ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും ഏറ്റവും ഒരു സീരിയസ് റിവ്യൂലേക്ക് സാർ. അപ്പോൾ ഞാൻ സീരിയസ് റിവ്യൂ എന്ന് പറയുമ്പോൾ ഏതാണെന്ന് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. സീരിയസ് ആയിട്ട് റിവ്യൂ പറയുന്നില്ല. നമ്മുടെ കരിക്കിൻ്റെ ഏറ്റവും പുതിയൊരു വെബ് സീരീസ് കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തിരുന്നു. ടെർമിനേറ്റർ എന്നായിരുന്നു ആ സീരീസിൻ്റെ പേര്. ഏകദേശം 45 മിനിറ്റാണ് ഡ്യൂറേഷൻ ഉണ്ടായിരുന്നത്. കരിക്കിൻ്റെ ഒരുപാട് വ്യക്തികളില്ലെങ്കിൽ പോലും കരിക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് വ്യക്തികളും അതുപോലെ തന്നെ കുറച്ച് പുതുമുഖ താരങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് ഒരു കോമഡി ലെവലിലേക്കാണ് നമുക്കറിയാം കരിക്കിൻ്റെ മുന്നോട്ടുള്ള യാത്ര നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. കരിക്കിന് കൊറോണ മുമ്പൊക്കെ ആയിട്ട് കരിക്കിനെ കുറിച്ച് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു കണ്ടന്റും കോമഡിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി നല്ലൊരു സീരീസ് തന്നെയാണ്. കാരണം നമുക്ക് റിപ്പീറ്റീവുകൾ എപ്പോൾ കണ്ടാലും ചിരിക്കാവുന്ന റിപ്പീറ്റീവുകളുള്ള ഒരു സീരീസ് പോലെയാണ് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി മുന്നത്തെ കാര്യങ്ങളൊക്കെ. പിന്നീട് കൊറോണയ്ക്ക് ശേഷം കണ്ടന്റിന് മാത്രമായിട്ട് അവർ ചെയ്തു തുടങ്ങി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിലിം കാണുന്ന ഒരു മേക്കിംഗ് രീതിയിലൊക്കെ മുന്നോട്ട് പോയിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് കോമഡി ഇല്ലെങ്കിലും അതിൻ്റെ എന്താ പറയുക മേക്കിങ്ങും ഡയറക്ഷനും അതുപോലെ ബാക്ക്ഗ്രൗണ്ട് പശ്ചാത്തലം കാര്യങ്ങളൊക്കെ ഒരു ഓക്കെ ലെവൽ തന്നെയായിരുന്നു. പിന്നീട് ആ മേക്കിംഗ് മാത്രമായി കോമഡി ഒട്ടും തന്നെ ഇല്ലാതായി. പിന്നെ കുറഞ്ഞു വന്നു. ഇടയ്ക്ക് സമീപകാലത്ത് നല്ല സീരിയസുകളും കോമഡിയൊക്കെ കണ്ടു ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു വീണ്ടും വന്നിരുന്നു. വീണ്ടും ഒരു പഴയൊരു അവസ്ഥയിലേക്ക് തന്നെയാണ് ഈ വെബ് സീരീസ് കാണുമ്പോൾ എനിക്ക് തോന്നിയത്. കാരണം ഒട്ടും തന്നെ ഒരു ഇമ്പ്രസീവ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രത്യേക ഒരു തട്ടിക്കൂട്ട് ഒരു സീരീസ് പോലെ തോന്നി. കാരണം നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ചിന്താഗതിയോട് കൂടി ചെയ്താൽ തോന്നുന്നു. കാരണം ഒട്ടും തന്നെ ഒരു ഇമ്പാക്റ്റ് ആവാത്തൊരു കോമഡിയും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. ഇത് പ്രധാനമായിട്ട് ഒരു ഉൾനാടൻ ഗ്രാമത്തിലാണ് നടക്കുന്നത്. അതായത് ഉൾനാട്ടിലുള്ള ഒരു പ്ലേസിൽ. അപ്പോൾ അവിടെ ഒരു മദ്യനിരോധനമായിട്ട് മുന്നോട്ട് പോകുന്ന പുതിയൊരു കണ്ടന്റാണ് ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. മോളിൽ കോളേജ് ഉണ്ട്. അപ്പോൾ ബീവറേജും അതുപോലെ തന്നെ ബാറും. ഈ ബീവറേജ് കാരണം ബാറിൽ കച്ചവടം പൂട്ടുന്നു. അപ്പോൾ അത് ബീവറേജ് പൂട്ടിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ കുട്ടികൾക്കും മദ്യം സപ്ലൈ ചെയ്യുന്നു. ആ കാര്യങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അവിടെ പഞ്ചായത്ത് മെമ്പർ ആരും കുറേ പേര് ചേർന്ന് അടിക്കുന്നു. അതൊരു ക്യാമറയിൽ പതിയുന്നു. അവിടേക്കാണ് നമ്മുടെ പ്രധാനമായ കഥാപാത്രം കടന്നു വരുന്നുണ്ട്. ഈ പിള്ളേർക്ക് റാഗിങ് ചെയ്യാണ്ടിരിക്കാൻ മദ്യം എടുത്തു കൊടുക്കുമെന്ന് പറയുന്നു. പക്ഷെ അവരുടെ ടെൻഷൻ ആ ക്യാമറ പെട്ടിട്ടുണ്ടോ ഇല്ല എന്നൊക്കെയാണ്. അത് നേരെ ഒരു വായനശാലയുടെ ക്യാമറ ആയിരിക്കും. പിന്നെ അത് എടുക്കാൻ നടക്കുന്ന സംഭവങ്ങളും കാര്യങ്ങളും മുന്നോട്ട് പോകുന്നു. ലാസ്റ്റ് കുറച്ച് പോലീസുകാർ വരുന്നു. കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിട്ടുള്ളൂ. 1-2 സീൻസ് കൊള്ളാൻ പോകുന്നു. ബാക്കിയൊക്കെ വെറും ലെങ്ത്ത് കൂടിയ പോലെ തന്നെയാണ്. ഇതിനായിട്ട് ഒരു 15 മിനിറ്റ് ഉണ്ടെങ്കിൽ പിന്നെ ആവശ്യകരമായിരുന്നു. കാരണം വെച്ചാൽ വെറും വലിച്ചു നേടുന്ന പരിപാടി തന്നെയാണ്. ഈ ക്യാമറ തിരയുന്ന അല്ലെങ്കിൽ ക്യാമറ അഴിച്ചിൽ അതുപോലെ തന്നെ കാണുന്ന പാഷനിലേക്ക് നല്ല രീതിയിൽ ടച്ച് നല്ലൊരു വലിപ്പിക്കൽ ഉണ്ടായിരുന്നു വേണമെങ്കിൽ പറയാൻ സാധിക്കും. പ്രകടനമൊക്കെ ഓവർ തന്നെ ആയിരുന്നു. നമ്മുടെ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ആ വ്യക്തി അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പ്രകടനം അതുപോലെ തന്നെ ഒരു ഏജ് മേക്ക് ഓവർ കാണിക്കുന്നുണ്ട്. പഴയൊരു ഒരു കോളേജ് വിദ്യാർത്ഥിയുടെ ഒരു മേക്ക് ഓവർ അതൊക്കെ ഓക്കെ ലെവൽ തന്നെയായിരുന്നു. ഒരു ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ പറയാൻ സാധിക്കും. നമ്മുടെ ലോലൻ അതുപോലെ തന്നെ ശംഭു തുടങ്ങിയവർക്ക് പ്രധാനമായും കാസ്റ്റിംഗ് ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നല്ലൊരു കാസ്റ്റിംഗ് ഉണ്ടായിട്ട് പോലെ നല്ലൊരു കോമഡി വൈസായിട്ട് കോമഡി ഇല്ലയെന്നാണ് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കാരണം ഡ്യൂറേഷൻ്റെ ഏറ്റവും വലിയ പോരായ്മയായിരിക്കും പശ്ചാത്തലമായിട്ട്. കാരണം ഇതിൽ സാധാരണ ബാക്ക്ഗ്രൗണ്ട് പശ്ചാത്തലമൊക്കെ നല്ല ഒരു ക്വാളിറ്റി ഉണ്ടാകും. ഇപ്രാവശ്യം അതും കണ്ടില്ല. എന്തൊക്കെ സംഭവിച്ചു പോകുന്നത് എനിക്കറിയാം. ഇതിൻ്റെ മാത്രം അഭിപ്രായമായിരിക്കാം കേട്ടോ. കാരണം നിങ്ങൾക്കൊരു പരസ്യം ഇഷ്ടപ്പെട്ടായിരിക്കാം. എനിക്കെന്തായാലും തീർച്ചയായിട്ടും ഒട്ടും തന്നെ ഇമ്പ്രസീവ് ആകാൻ തോന്നിയില്ല. കാരണം എന്തൊക്കെയോ ഒരു തട്ടിക്കൂട്ട് പോലെയാണ് അവസ്ഥ എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. എന്തായാലും ഈ സീരീസ് കണ്ടുള്ള വ്യക്തി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും പുതിയ സീരീസിൻ്റെ റിവ്യൂ ചിത്രത്തിൻ്റെ ടീസറൊക്കെ വരുവാൻ കാത്തിരിക്കുക. അതിരിക്കും ബൈ ഫ്രണ്ട്സ്.